ഹായ് പാട്രിയറ്റ് മമ്മൂട്ടി മോഹൻലാൽ ഉൾപ്പെടെ വമ്പൻ താരനിര അണിനിരക്കുന്ന സിനിമ. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമ. 100 കോടിക്ക് മുകളിൽ മുതൽ മുടക്കുള്ള സിനിമ. ഇത്രയൊക്കെ പോസിറ്റീവ് ഘടകം ഉണ്ടായിട്ടും സിനിമയ്ക്ക് വേണ്ട രീതിയിലുള്ള ഹൈപ്പ് ഇതുവരെ കയറിയിട്ടില്ല. അതായത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ ബഡ്ജറ്റുള്ള സിനിമകളിൽ ഒരു സിനിമയാണ് പാട്രിയറ്റ്. പക്ഷെ ആ ഒരു രീതിയിലുള്ള ഹൈപ്പ് ഒന്നും സിനിമയ്ക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ സിനിമയ്ക്ക് കുറച്ചെങ്കിലും ഹൈപ്പ് കിട്ടാനുള്ള കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മമ്മൂട്ടിയും മോഹൻലാലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൊണ്ട് മാത്രമാണ് അത്യാവശ്യം ഹൈപ്പ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയുള്ള ഒരു സിനിമയൊന്നുമല്ല പാട്രിയറ്റ്. ഇപ്പോൾ ദൃശ്യം 3 പോലെയോ അതുപോലുള്ള ഒരു ഹൈപ്പ് ഈ സിനിമയ്ക്ക് ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് പാട്രിയറ്റ് എന്ന സിനിമ വലിയൊരു റിലീസിന് തയ്യാറെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് എമ്പുരാൻ പോലെ വലിയൊരു റിലീസിന് തന്നെയാണ് പാട്രിയറ്റ് തയ്യാറെടുക്കുന്നത്. വലിയ ഹൈപ്പ് ഈ സിനിമയുടെ റിലീസിന് മുന്നോടിയായി ഉണ്ടാക്കിയെടുക്കും എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടിയുള്ള ചർച്ചകൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. ഏപ്രിൽ ആദ്യം മുതൽ ഈ സിനിമയുടെ പ്രൊമോഷൻ, അതായത് വലിയ രീതിയിലുള്ള പ്രൊമോഷൻ സ്റ്റാർട്ടാവും എന്നുള്ളതാണ്. മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെ ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി പങ്കെടുക്കും എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതായത് മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് തന്നെ പല ഇന്റർവ്യൂവിലും പങ്കെടുക്കും എന്ന് അറിയാൻ സാധിച്ചിരിക്കുന്നു. പാട്രിയറ്റ് ഏപ്രിൽ 23-നാണ് റിലീസ് ചെയ്യുന്നത്. ആദ്യം ഏപ്രിൽ 9-നായിരുന്നു അവർ പ്ലാൻ ചെയ്തത്. പക്ഷെ പിന്നീട് അവർ ഏപ്രിൽ 23-ലേക്ക് മാറ്റുകയായിരുന്നു. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൃശ്യം 3 ഏപ്രിൽ 2-ന് റിലീസ് ചെയ്യും. അതിനുശേഷം ഏപ്രിൽ 9-ന് പാട്രിയറ്റ് റിലീസ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ അധികം സ്ക്രീനുകൾ പാട്രിയറ്റിന് ലഭിക്കില്ല എന്നുള്ളത് അവർക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഏപ്രിൽ 23-ലേക്ക് അവർ മാറ്റിയത്. അപ്പോഴേക്കും ദൃശ്യം 3 റിലീസ് ചെയ്ത് 3 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും. അതായത് 21 ദിവസം പിന്നിട്ടിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പാട്രിയറ്റിന് വലിയ ഭീഷണി ദൃശ്യം 3 ഉണ്ടാക്കില്ല എന്ന് അവർക്ക് കൃത്യമായി അറിയാം. ഒരുപാട് തിയേറ്ററുകളും ലഭിക്കും. ഇപ്പോൾ ദൃശ്യം 3 എമ്പുരാനേക്കാളും വലിയ റിലീസിംഗ് ആണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമെല്ലാം എമ്പുരാനേക്കാളും വലിയ ബിസിനസ്സാണ് നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ റിലീസും എമ്പുരാനേക്കാളും വലുതായിട്ട് തന്നെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. പാട്രിയറ്റും 23-ാം തീയതി വലിയ റിലീസാണ് പ്ലാൻ ചെയ്യുന്നത്. ബമ്പൻ കളക്ഷൻ അതിലൂടെ നേടിയെടുക്കാൻ തന്നെയാണ് പാട്രിയറ്റിന്റെ അണിയറ ടീമുകൾ ആഗ്രഹിക്കുന്നത്. അത് നേടിയെടുക്കുക തന്നെ ചെയ്യും. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, പാട്രിയറ്റ് എന്ന സിനിമയിലെ നായകൻ അത് മമ്മൂട്ടിയാണ് എന്ന്. മമ്മൂട്ടിയാണ് ഏറ്റവും കൂടുതൽ ദിവസം ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അതിനുശേഷം ചാക്കോച്ചനാണ്, പിന്നെയാണ് ഫഹദും നയൻതാരയും മോഹൻലാൽ എല്ലാം വരുന്നത്. മോഹൻലാൽ 1 മാസത്തിൽ താഴെ മാത്രമാണ് അഭിനയിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയെ ഒരു മമ്മൂട്ടി സിനിമയായിട്ടല്ല അണിയറ ടീമുകൾ പ്രൊമോഷൻ ചെയ്യുന്നത്. ഇതൊരു മമ്മൂട്ടി മോഹൻലാൽ സിനിമയായിട്ടാണ് പാട്രിയറ്റിനെ അവർ കാണുന്നത്. അതായത് പാട്രിയറ്റ് എന്ന പേരിടുന്നതിന് മുൻപ് തന്നെ MMMN എന്നാണ് താൽക്കാലികമായി ഇവർ പേരിട്ടത്. അതായത് മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായണൻ മൂവി എന്നാണ്. ഇപ്പോൾ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു. ഇപ്പോഴും അവർ ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതൊരു മമ്മൂട്ടി മോഹൻലാൽ മൂവി എന്നുള്ള രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അത് കൃത്യമായിട്ടുള്ള ഒരു ബിസിനസ് തന്ത്രമാണ്. ഇതൊരു മമ്മൂട്ടി ചിത്രമായി മാർക്കറ്റ് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. ഇതൊരു മമ്മൂട്ടി മോഹൻലാൽ സിനിമയായിട്ട് തന്നെയാണ് മാർക്കറ്റ് ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നത്. അതിന് കൃത്യമായിട്ടുള്ള കാരണം എന്താണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ബിസിനസ് നടക്കണം. മോഹൻലാൽ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി മുൻതൂക്കം സിനിമയ്ക്ക് കിട്ടും എന്നുള്ളൊരു ചിന്തയിൽ തന്നെയാണ്. അതായത് 18 വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന സിനിമ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് ഇവർ പല ബിസിനസ്സുകളും നേടിയെടുത്തിരിക്കുന്നത്. ഇതിന്റെ OTT സാറ്റലൈറ്റ് അവകാശങ്ങളെല്ലാം ആ രീതിയിൽ തന്നെയാണ് വിറ്റ് പോവുക. വിദേശ മാർക്കറ്റിലെ ബിസിനസ്സും എല്ലാം ആ രീതിയിൽ തന്നെയാണ് ഇവർ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും മഹേഷ് നാരായണന്റെ മുൻ ചിത്രങ്ങൾ പോലെ കഥയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത് ഒരുക്കുന്ന ഒരു സിനിമയായിട്ട് ഇതിനെ കാണേണ്ട കാര്യമില്ല. കഥയ്ക്ക് നല്ല രീതിയിൽ പ്രാധാന്യമുണ്ട്. അതിനൊപ്പം തന്നെ താരങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ മഹേഷ് നാരായണന്റെ സിനിമകൾക്ക് താരങ്ങൾക്ക് വേണ്ടി ഒരു മാറ്റവും വരുത്താറില്ല. പക്ഷേ ഈ സിനിമയിൽ ആ മാറ്റം വരുത്തിയിട്ടുണ്ട്. ആദ്യം ഈ സിനിമയിൽ മോഹൻലാൽ ആയിരുന്നില്ല, സുരേഷ് ഗോപി ആയിരുന്നു. സുരേഷ് ഗോപിക്ക് മാറ്റിവെച്ച വേഷമാണ് പിന്നീട് മോഹൻലാൽ ചെയ്യുന്നത്. മോഹൻലാൽ വന്നതുകൊണ്ട് തന്നെ ആ ക്യാരക്ടറിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും 100 കോടിക്ക് മുകളിൽ ബഡ്ജറ്റുള്ള ഈ സിനിമ മിനിമം 250 കോടിയെങ്കിലും കളക്ഷനായി നേടും എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ അണിയറക്കാർ വിശ്വസിക്കുന്നത്, മലയാള സിനിമാ പ്രേമികൾ ചിന്തിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം ഏപ്രിൽ 23 വരെ. അന്നറിയാം മലയാളത്തിലെ വലിയ വിജയ ചിത്രങ്ങളിൽ ഒന്നായി പാട്രിയറ്റ് മാറുമോ ഇല്ലയോ എന്ന്. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.